എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു അഭ്യർത്ഥനയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ലൈക്കിൻ്റെ കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം. ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് കാലപുരുഷനും കാലപുരുഷൻ്റെ അംഗവിഭാഗങ്ങളും എന്നുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ചാണ്. നമ്മൾ കാലം എന്താണ് എന്ന് അല്ലെങ്കിൽ കാലപുരുഷൻ എന്താണ് എന്ന് ആദ്യം അറിയേണ്ടിയിരിക്കുന്നു. കാലം എന്നത് അമൂർത്തമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു സങ്കല്പമായിട്ടാണ് പറയേണ്ടത്. അതിനെ മൂർത്തമാക്കി തീർക്കുന്നത് സൂര്യനിലൂടെയാണ്. കാലപുരുഷൻ്റെ ആത്മാവായിട്ടാണ് നമ്മൾ സൂര്യനെ പറയുന്നത്. സൂര്യൻ്റെ സഞ്ചാരമാണ് അല്ലെങ്കിൽ ആ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൂർത്തമായ കാലത്തെ നമ്മൾ മൂർത്തമായിട്ട് അറിയുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ സൂര്യൻ്റെ സഞ്ചാരപാത അത് 12 വിഭജിച്ചിട്ടാണ് രാശിചക്രം ഉണ്ടായിട്ടുള്ളത് എന്നും സൂര്യൻ്റെ രാശിചക്രത്തിലൂടെയുള്ള സംക്രമണമാണ് നമ്മൾ കാലമായിട്ട് അനുഭവപ്പെടുന്നത് എന്നും നമ്മൾക്കറിയാം. അപ്പോൾ ഈ 12 രാശികൾ അത് കാലപുരുഷനായിട്ട് നമ്മൾ പറയും. 12 രാശികളും കൂടിയ കാലചക്രത്തെ കാലപുരുഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ കാലപുരുഷന് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ അവയവങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഓരോരോ രാശികളും ഓരോരോ അവയവങ്ങളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് കാലപുരുഷൻ്റെ അംഗവിഭാഗങ്ങൾ. മേടം രാശിയെ കൊണ്ട് നമ്മൾ കാലപുരുഷൻ്റെ ശിരസിനെയാണ് സങ്കല്പിക്കുന്നത്. കാലപുരുഷൻ്റെ തല അല്ലെങ്കിൽ ശിരസ് എന്ന് പറയുന്നത് മേടം രാശിയാണ്. തീർച്ചയായും ഒന്നാമത്തെ സ്ഥാനം നമ്മൾ എല്ലാ കാര്യവും തുടങ്ങുന്നത് ശിരസ്സുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അശ്വതി നക്ഷത്രം, മേടം രാശിയിലുള്ള അശ്വതി നക്ഷത്രത്തിൻ്റെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ അതും കുതിരയുടെ ഒരു തലയാണ്. അവിടെ തലയുമായി ബന്ധപ്പെട്ട ഒരു സിംബോളിസം വളരെ പ്രധാനപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ മേടം രാശിയെ കൊണ്ട് കാലപുരുഷൻ്റെ ശിരസ്സിനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ജാതക ചിന്തയിൽ ഒരു വ്യക്തിയുടെ ജാതകം എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ശിരസ്സിനായിട്ട് നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. അത് ഫലഭാഗത്തിൻ്റെ മറ്റൊരു വെർഷനാണ്. നമ്മളത് ജാതക ചിന്തയിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ മേടം രാശി കാലപുരുഷൻ്റെ ശിരസ് ആണ് എന്ന് നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ രാശിയായിട്ടുള്ള ഇടവം. ഇടവം എന്ന് പറയുന്നത് മുഖം ആണ്. കാലപുരുഷൻ്റെ മുഖമാണ് ഇടവം എന്ന് പറയുന്നത്. മുഖത്ത് എന്തൊക്കെ പാർട്ടുകളുണ്ടോ അതൊക്കെ നമ്മൾ കാലപുരുഷൻ്റെ രണ്ടാം ഭാവമായിട്ടുള്ള ഇടവം രാശി കൊണ്ട് തന്നെയാണ് ചിന്തിക്കുക. മൂന്നാം ഭാവം എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ഉരസ് എന്ന് പറയാം. ഉരസ് എന്ന് പറയുമ്പോൾ 2-3 ഭാഗങ്ങൾ അതിൽ ഉൾപ്പെടും. കൈകൾ, ചുമലുകൾ, കഴുത്തും അതുപോലെ ചുമലിൻ്റെ ഇടയിലുള്ള ആ ഭാഗത്തെയും നെഞ്ചിൻ്റെ മുകൾ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ഭാഗം മിഥുനം രാശി കൊണ്ട് ചിന്തിക്കും. ഒറ്റവാക്കിൽ ഉരസ് എന്ന് നമ്മൾക്ക് പറയാം. അതിൽ കൈകളും കഴുത്തും ചുമലുകളും അതിനിടയിലുള്ള കുറച്ച് ഭാഗവും ഉൾപ്പെടുന്നു എന്നുകൂടി മനസ്സിലാക്കുക. നാലാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകം കാലപുരുഷൻ്റെ ഹൃദയമാണ്. അല്ലെങ്കിൽ നെഞ്ചിൻ്റെ താഴെ ഭാഗം, ഹൃദയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് കർക്കിടകം രാശി കൊണ്ട് ചിന്തിക്കാം. കാലപുരുഷൻ്റെ ഹൃദയമാണ് കർക്കിടകം രാശി എന്ന് പറയാം. 5ാം ഭാവമായിട്ടുള്ള ചിങ്ങം രാശി കാലപുരുഷൻ്റെ ഉദരമാണ്. ഉദരം എന്ന് പറയുമ്പോൾ ഹൃദയത്തിനും പൊക്കിൾ അതിൻ്റെ ഇടയിലുള്ള ആ ഭാഗമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. കാലപുരുഷൻ്റെ ഉദരമാണ് ചിങ്ങം രാശി. കന്നി എന്ന് പറയുന്നത് അരക്കെട്ടാണ്. പൊക്കിളിന് പുറകിലുള്ള ആ ഭാഗത്തെയൊക്കെ നമ്മൾ ആ കന്നിരാശി കൊണ്ട് ചിന്തിക്കും. കാലപുരുഷൻ്റെ അരക്കെട്ടായിട്ട് നമ്മൾ കന്നിരാശിയെ പറയും. തുലാം രാശി എന്ന് പറയുന്നത് വസ്തിപ്രദേശമാണ്. വസ്തിപ്രദേശം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയത്തിനും പൊക്കിൾക്കൊടിയിലും ഇടയിലുള്ള ആ ഭാഗമാണ് വസ്തിപ്രദേശം. കാലപുരുഷൻ്റെ വസ്തിപ്രദേശമായിട്ട് നമ്മൾ ഈ പറയുന്ന തുലാം രാശിയെ ചിന്തിക്കും. അതിൽ പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ ഗർഭാശയം, ഗർഭപാത്രങ്ങളൊക്കെ ആ ചിന്തനത്തിൽ വരുന്നതാണ്. അത് നമ്മൾക്ക് പ്രത്യേകം പിന്നീട് പഠിക്കാവുന്നതാണ്. എങ്കിലും ആ ഭാഗത്തുള്ള അവയവങ്ങളും ആ ഭാഗവും പൊതുവായിട്ട് തുലാം രാശി കൊണ്ട് ചിന്തിക്കും. കാലപുരുഷൻ്റെ 8ാമത്തെ രാശിയായിട്ടുള്ള വൃശ്ചികം കൊണ്ട് ജനനേന്ദ്രിയങ്ങളാണ് ചിന്തിക്കുക. പുരുഷനാണെങ്കിൽ ലിംഗവും സ്ത്രീയാണെങ്കിൽ യോനിയും. ജനനേന്ദ്രിയ ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും വൃശ്ചികൻ രാശി കൊണ്ട് ചിന്തിക്കും. കാലപുരുഷൻ്റെ 8ാമത്തെ രാശിയായിട്ടുള്ള വൃശ്ചികമാണ് ഇപ്പോൾ പറഞ്ഞത്.
ഇനി 9ാമത്തെ രാശിയായിട്ടുള്ള ധനുരാശി കാലപുരുഷൻ്റെ തുടകളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് മകരം രാശി കാൽമുട്ടുകളായിട്ടും, കുംഭം രാശി കാൽ വണ്ണയായിട്ടും അല്ലെങ്കിൽ കണങ്കാല് ആയിട്ടും, അവസാനം മീനം രാശിയെ പാദമായിട്ടും നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നു. ഇതൊരു മനുഷ്യൻ്റെ അംഗവിഭാഗം പോലെ തന്നെ നമ്മൾ ചിന്തിക്കണം. മുകളിൽ നിന്നും താഴേക്ക് കാലപുരുഷൻ്റെ ശിരസ് തൊട്ട് പാദം വരെയുള്ള ആ അംഗവിഭാഗങ്ങൾ നമ്മൾ ഓരോ രാശിക്കും വിഭജിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ അവയവങ്ങളൊന്നും പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടില്ല. അത് പ്രധാനമായിട്ട് നമുക്ക് ഗ്രഹങ്ങളെ കൊണ്ടും ചിന്തിക്കാം. പക്ഷേ ആ പാർട്ട് ഓരോരോ ഭാഗം എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തതാണ് ഈ പറയുന്ന അംഗവിഭാഗങ്ങൾ എന്നുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഭാഗത്തുള്ള അവയവങ്ങളെയും നിങ്ങൾക്ക് ഈ രാശി കൊണ്ട് ചിന്തിക്കാവുന്നതാണ് എന്ന് സാമാന്യമായിട്ട് നമ്മൾക്ക് പറയാം. അപ്പോൾ ഇത്രയും ആണ് കാലപുരുഷൻ്റെ അംഗവിഭാഗങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കണ്ടു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അടുത്ത കണ്ടൻറ്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.